വെൽക്കം ടു CK മല്ലൂസ്. അന്ന് സ്കൂളിലെത്തി അവൻ ആരും കാണാതെ ചേമിൻ്റെ ഗ്ലാസ് ബൂത്തിനുള്ളിൽ കയറി ഒരു പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് അന്ന് നടക്കാനിരിക്കുന്ന മത്സരത്തിൻ്റെ വിഷയത്തിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഫയൽ അവന് കിട്ടുന്നു. അവൻ അതിൻ്റെ ഫോട്ടോസ് ഫോണിൽ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് സംഘു അവിടേക്ക് വരുന്നു. നീ ഇവിടെ എന്തൊക്കെയാണെന്ന് സംഘു ചോദിച്ചപ്പോൾ ശബ്ദമുണ്ടാക്കാതെ എന്ന് പറഞ്ഞ് ബോക്സ് പുറത്തിറക്കിറങ്ങിയെന്ന് നീ എന്താണ് ഇവിടെ എന്ന് അന്വേഷിക്കുന്നു. പെനാൽറ്റി പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് ക്ലീനിങ് ചെയ്യുകയാണ് എന്നവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആരും അവിടേക്ക് വരുന്ന ശബ്ദം കേട്ട് ബോക്സ് പെട്ടെന്ന് അവനെയും പിടിച്ചുകൊണ്ട് മറ്റൊരു ബൂത്തിനുള്ളിൽ കയറി വിളിക്കുന്നു. ചേമിനും ഒരു ഫ്രണ്ടും കൂടിയായിരുന്നു അവിടേക്ക് എത്തിയത്. നമ്മൾക്കെതിരായി ഡിബേറ്റിൽ മത്സരിക്കാൻ പോകുന്നത് വൈൽഡ് ഫ്ലവർ ക്ലാസ് ആണ് എന്ന് ചേമിൻ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ വെറുതെ അക്കാഡമിയിൽ കാശ് കളയേണ്ടിയിരുന്നില്ല. ഈ ഡീറ്റെയിൽസ് കിട്ടിയില്ലെങ്കിലും നമ്മൾ വിജയിച്ചേനെ എന്ന് മറ്റേ കുട്ടി പറയുന്നു. മാത്രമല്ല ഈ മത്സരത്തിൻ്റെ സബ്ജക്റ്റ് കിട്ടാൻ മറ്റുള്ളതിനൊക്കെ നൽകുന്നതിനേക്കാൾ ഇരട്ടി തുക നൽകേണ്ടി വന്നു എന്ന് അമ്മ പറയുന്നത് കേട്ടു. സ്കൂൾ എന്തൊക്കെ അതിക്രമമാണ് കാണിക്കുന്നത്, അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പിഴിഞ്ഞെടുക്കുകയല്ലേ എന്നും കൂട്ടുകാരൻ ചോദിക്കുന്നു. ചേമിൻ പെട്ടെന്ന് അവനെ പിടിച്ചിട്ട് ശ്രദ്ധയില്ലാതെ ഓരോന്നും പറയാതെ ആരെങ്കിലും കേട്ടാൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ബോക്സും സംഘവും മറിഞ്ഞിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സംഘുവിന് അതൊരു പുതിയ അറിവായിരുന്നതിനാൽ അവനാകെ അമ്പരക്കുന്നുണ്ട്. സോജോങ് സ്റ്റാഫ് റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് മിഞ്ചി അവൾക്കെതിരെ വന്നത്. നീ എന്താണ് ഇവിടെ എന്ന് സോജോങ് ചോദിച്ചപ്പോൾ എനിക്കും ബോക്സുവിനും ലീജോങ്ങിനും കൂടി ഇവിടെ ചിലതൊക്കെ ചെയ്യാനുണ്ട്. ബോക്സു നിന്നോടൊന്നും പറഞ്ഞില്ല എന്ന് മിഞ്ചി തിരിച്ചു ചോദിക്കുന്നു. ഇല്ല എന്ന് സോജോങ് പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബോക്സു നിന്നോട് ഡിസ്കസ് ചെയ്യില്ല അല്ലേ എന്ന് പറഞ്ഞവൾ ഗമയിൽ മുന്നിട്ട് നടക്കുന്നു. സോജിയോങ് അത് വലിയ കാര്യമാക്കാതെ സ്റ്റാഫ് റൂമിനുള്ളിൽ കയറി ഇരുന്നപ്പോഴാണ് വൈസ് പ്രിൻസിപ്പൽ അവിടേക്ക് വന്നിട്ട് നിൻ്റെ വൈൽഡ് ഫ്ലവർ ക്ലാസ് എങ്ങനെ IB ക്ലാസ്സിനെതിരെ മത്സരിക്കാൻ എത്തിപ്പെട്ടു എന്ന് കളിയാക്കുന്ന വിധത്തിൽ ചോദിച്ചിട്ട് പോകുന്നു. എങ്ങനെ കാരണമാണ് മറ്റ് റൗണ്ടുകളിൽ ജയിച്ച് അവർ ഫൈനലിൽ എത്തിയത്. പക്ഷേ അവരുടെ ആഗ്രഹം അവിടെ കൊണ്ട് നിർത്തിക്കോണം എന്ന് ടീച്ചർ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പല അഭിപ്രായങ്ങളും പലരും പറയുന്നു. പങ്കെടുക്കുന്നവരുടെ പേര് ഒരു ടീച്ചർ പറഞ്ഞപ്പോൾ ഒരുത്തൻ പന്തേ കുതിരയെ പോലെയാണ്, മറ്റൊരുത്തൻ സ്കൂളിൽ തന്നെ ഏറ്റവും അവസാനം മാർക്ക് വാങ്ങുന്നവൻ, മൂന്നാമത്തവൻ വർഷങ്ങൾക്ക് ശേഷം സ്കൂളിലേക്ക് മടങ്ങി വന്നതിനും. അവർ അവഞ്ചേഴ്സിനെ പോലെയാണ് എന്ന് വൈസ് പ്രിൻസിപ്പലും കമൻ്റ് അടിക്കുന്നു. മറ്റ് ടീച്ചർമാരെല്ലാം അത് കേട്ട് ചിരിക്കുന്നു. സോജിയ മാത്രം നാണം കെട്ടിങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെയായപ്പോൾ ശരിയാണ്, അവർ അവഞ്ചേഴ്സിനെ പോലെയാണ്, അതുകൊണ്ട് സാറിൻ്റെ പിള്ളേരോട് സൂക്ഷിച്ചോളാൻ പറയാം എന്നവൾ IB ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറിനോട് പറയുന്നു. അവരത്ര മിടുക്കന്മാരായാലും IB ക്ലാസ്സിലെ പിള്ളേരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവളെ പരിഹസിച്ചിരിക്കുന്നുണ്ട്. ബോക്സും സംഘവും ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ യങ്മിൻ അവരെയും കാത്ത് വാതിൽക്ക് തന്നെ നിൽപ്പുണ്ടായിരുന്നു. നിങ്ങൾ വരാതിരിക്കുമെന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു എന്നവൻ പറഞ്ഞപ്പോൾ ഈ മത്സരത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ബോക്സു പുച്ഛത്തോടെ ചോദിക്കുന്നു. ഞാൻ വൈൽഡ് ഫ്ലവർ ക്ലാസ്സിൽ വന്ന ശേഷമുള്ള ആദ്യ മത്സരമല്ലേ, എനിക്ക് നന്നായി പെർഫോം ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞവൻ രണ്ടുപേരെയും ചിയറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ രണ്ടുപേരും റിസൾട്ട് എന്തായിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് മൂഡ് ഓഫ് ആയി നിൽക്കുകയാണ്. എന്തായാലും മത്സരം തുടങ്ങുന്നു. ഹോസ്റ്റായി നിന്നത് സോജിയോങ് തന്നെയാണ്. ജോലി തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ പണത്തിനുള്ള പ്രാധാന്യം എന്നതായിരുന്നു ഡിബേറ്റിൻ്റെ വിഷയം. യങ്മിനായിരുന്നു ആദ്യ അവസരം. അവൻ എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലായപ്പോഴേക്കും നീ ലീഡറായല്ലോ, നീ വിജയിച്ചിരിക്കുന്നു, നിനക്ക് നല്ലൊരു ടീമും ഉണ്ടല്ലോ, ഒരാൾ ഈ സ്കൂളിലെ ഏറ്റവും മോശം സ്റ്റുഡൻറ്റും മറ്റൊരാൾ പഴയ സ്റ്റുഡൻറ്റും എന്ന് പറഞ്ഞ് ചേമിനും ഫ്രണ്ട്സും അവനെ പരിഹസിക്കുന്നു. പരസ്പരം മാന്യമായി പെരുമാറുക എന്നുള്ളത് ഡിബേറ്റിൻ്റെ നിയമങ്ങളിൽ ഒന്നാണെന്ന് ഓർമ്മിച്ച് സോജിയോങ് ചേമിന് താക്കീത് കൊടുത്തപ്പോൾ ഓക്കെ ടീച്ചർ, ഭംഗിയുള്ളവർ പറയുന്നത് ഞാൻ അനുസരിക്കാറുണ്ട് എന്ന് ചേമിൻ പറയുന്നു. യങ്മിൻ ഓരോ പോയിന്റ് പറയുമ്പോഴും ചേമിനും ഫ്രണ്ട്സും കൂടി അവനെ പരിഹസിക്കുന്ന വിധത്തിൽ ഓരോന്ന് എതിർത്ത് ചോദിച്ചുകൊണ്ടിരുന്നു. ജഡ്ജസിൻ്റെ കൂട്ടത്തിലിരുന്ന മിസ്റ്റർ പാർക്കിന് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. സേഹോ ഈ സമയം വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികളെ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അതിൻ്റെ അധികൃതരുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു. അവർ ആദ്യം അനുകൂലിക്കാതെ എതിർപ്പ് പ്രകടിപ്പിച്ച് നിന്നെങ്കിലും സേഹോ അവരുടെ സ്കൂളിൽ നൽകാമെന്നറിയിച്ച ഫിനാൻഷ്യൽ സപ്പോർട്ടിനെ കുറിച്ച് കേട്ടപ്പോൾ അവർ സമ്മതിക്കുന്നു. യങ്മിൻ ജോലി തിരഞ്ഞെടുക്കുന്നതിൽ പണത്തിന് പ്രാധാന്യമുണ്ട് എന്ന് അനുകൂലിച്ചാണ് തൻ്റെ പോയിന്റ് പറഞ്ഞത്. പക്ഷേ എതിർ ടീമിൻ്റെ അവസരമായപ്പോൾ ചേമിൻ മൊത്തത്തിൽ അതിനെ എതിർത്തുന്ന രീതിയിലാണ് തൻ്റെ പോയിന്റ്സ് അവതരിപ്പിച്ചത്. കയ്യിലുണ്ടായിരുന്ന അക്കാഡമിക്കാർ നൽകിയ ഫയലിൽ നോക്കി തങ്ങളുടെ വാദത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറേ പോയിന്റുകൾ പറഞ്ഞ ശേഷം എതിർ ടീമിനെ പുച്ഛിക്കുക കൂടി ചെയ്തിട്ടാണ് അവൻ്റെ ടീം അങ്ങ് ഇരുന്നത്. ഇനി ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ ഡിബേറ്റ് അവസാനിപ്പിക്കാമെന്ന് സോജിയോങ് അറിയിച്ചപ്പോൾ ചേമിൻ എഴുന്നേറ്റ് നിന്ന് ആ ഫയലിലെ കുറേ പോയിന്റുകൾ കൂടി വായിച്ചിട്ട് ഞങ്ങളുടെ ഡിബേറ്റ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. സംഘു ബോക്സും അവനത് നോക്കി വായിക്കുന്ന പോലെ കണ്ട് പുച്ഛത്തോടെ ഇരിക്കുകയാണ്. വൈൽഡ് ഫ്ലവർ ക്ലാസ്സിനോട് കൺക്ലൂഷൻ അവതരിപ്പിക്കാൻ സോജിയോങ് അറിയിച്ചപ്പോൾ യങ്മിൻ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ ബോക്സ് അവൻ്റെ കയ്യിൽ പിടിച്ചിരുത്തിയിട്ട് എഴുന്നേൽക്കുന്നു. പണം പ്രധാനമായി കാണുന്ന ആളുകളെ പുച്ഛത്തോടെയാണ് സമൂഹത്തിൽ ചിലരെങ്കിലും കാണുന്നെങ്കിലും പണം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എന്ന് നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ. എത്ര മോശമാണെന്നറിഞ്ഞിരുന്നാലും തങ്ങളുടെ ജോലി നഷ്ടപ്പെടും എന്നൊരു അവസ്ഥ വന്നാൽ പണം കാരണം ആ ജോലി സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും ഒരു നാണക്കേടല്ല എന്ന് പറഞ്ഞവൻ സോജിയോങ്ങിനെ നോക്കുന്നു. ജോലിക്ക് പണം നൽകേണ്ടി വന്നു എന്നതോർത്ത് ഇപ്പോഴും വിഷമമാണ് എന്ന് താൻ അവനോട് പറഞ്ഞതിന് തന്നെ ആശ്വസിപ്പിക്കാൻ കൂടെയുള്ള വാക്കുകളാണത് എന്ന് അവൾക്ക് മനസ്സിലാകുന്നു.
ജീവിതത്തിൽ ഇന്നുവരെ 1 രൂപ പോലും സ്വന്തമായി സമ്പാദിച്ചിട്ടില്ലെങ്കിലും സമ്പന്ന കുടുംബങ്ങളിൽ ജനിച്ചതുകൊണ്ട് മാത്രം എല്ലാ ആവശ്യങ്ങൾക്കും പണം കൊണ്ട് മാത്രം കാര്യങ്ങൾ നടത്തുന്നവരായിട്ട് പോലും പണത്തെ പുച്ഛിക്കുന്ന ചിലരുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നില്ലെങ്കിൽ അതൊരിക്കലും ജോലിയാവില്ല, അതൊരു സേവനമായാണ് കണക്കാക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് ബോക്സു തൻ്റെ പോയിന്റുകൾ പറയുന്നു. സോജിയോങ്ങിനും സങ്വുവിനും ഒക്കെ അവൻ്റെ വാക്കുകൾ സത്യം പോലെയാണ് തോന്നിയത്. എന്തൊരു പൊള്ളയായ വാദമാണ് എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചിട്ട് ഒരു പ്രതിഫലവും നിങ്ങൾക്ക് നൽകാതിരുന്നിട്ടും ഇത്രയും പ്രായമായ നിങ്ങൾ എന്തിനാണ് സ്കൂളിലേക്ക് മടങ്ങി വന്നത്? ഇത് നാണക്കേടല്ലേ എന്ന് ചേമിൻ ബോക്സുവിനോട് ചോദിക്കുന്നു. ബോക്സു എന്ത് മറുപടി നൽകണം എന്ന് ഒരു നിമിഷം ആലോചിക്കുന്നു. അവനെന്തോ മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ സങ്വ് എഴുന്നേറ്റ് നിന്ന് ബോക്സുവിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അവൻ സംസാരിച്ചു തുടങ്ങുന്നു. പണം ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? പണം കൊണ്ട് കിട്ടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾ നേടുന്നുണ്ട്. നിങ്ങളുടെ പ്രൈവറ്റ് ട്യൂഷനും സ്കൂൾ ഫീസിനുമൊക്കെ വേണ്ടി നിങ്ങൾ പണം ഉപയോഗിക്കുന്നില്ലേ? ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഡീറ്റെയിൽസിനും നിങ്ങൾ പണം നൽകിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? നിങ്ങൾക്ക് ശമ്പളം തരാതെ സാമൂഹ്യ സേവനം മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒരു ജോലിയാണെങ്കിൽ നിങ്ങൾ ആ ജോലി ചെയ്യാൻ തയ്യാറാകുമോ എന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് ജോലി തിരഞ്ഞെടുക്കുന്നതിൽ പണം പ്രധാനമാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിച്ച് സങ്വു ഇരിക്കുന്നു. ചേമിന് സങ്വുവിൻ്റെ വാദത്തിനെതിരായി ഒന്നും പറയാൻ കിട്ടിയിരുന്നില്ല. മത്സരം കഴിഞ്ഞ് അതിൻ്റെ സ്കോർ പരിശോധിച്ചപ്പോൾ മിസ്റ്റർ പാർക്ക് മാത്രം വൈൽഡ് ഫ്ലവർ ക്ലാസ്സിന് മാർക്ക് കൂടുതലിട്ടിരിക്കുന്നത് കണ്ട് വൈസ് പ്രിൻസിപ്പൽ അദ്ദേഹത്തോട് താങ്കൾക്ക് മാർക്ക് തമ്മിൽ തിരിഞ്ഞു പോയതാണോ എന്ന് ചോദിക്കുന്നു. എൻ്റെ സ്റ്റാൻസ് അനുസരിച്ച് കൃത്യമായി തന്നെയാണ് ഞാൻ മാർക്ക് ഇട്ടിരിക്കുന്നതെന്ന് മിസ്റ്റർ പാർക്ക് പറഞ്ഞപ്പോൾ IB ക്ലാസ്സിലെ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറുന്നതിന് ഈ മാർക്ക് എത്ര പ്രധാനമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അവർക്കല്ലേ കൂടുതൽ മാർക്ക് നൽകേണ്ടത് എന്ന് വൈസ് പ്രിൻസിപ്പൽ ചോദിക്കുന്നു. ടീച്ചർ കുട്ടികളോട് പക്ഷഭേദമില്ലാതെയല്ലേ പെരുമാറേണ്ടത്? അത് തെറ്റിക്കാനാണോ താങ്കൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മിസ്റ്റർ പാർക്ക് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പലിന് ഉത്തരം മുട്ടുന്നു. തങ്ങൾ തോറ്റു എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് മാർക്ക് നിശ്ചയിച്ചത് എന്ന് ചേമിൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു. മിസ്റ്റർ പാർക്ക് അതിൻ്റെ അടുത്തേക്ക് ചെന്ന് മേശപ്പുറത്തിരുന്ന ആ ഫയൽ എടുത്ത് കാണിച്ചിട്ട് ഡിബേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറേ റിസർച്ച് പേപ്പറുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. വൈൽഡ് ഫ്ലവർ ക്ലാസ് പല കാര്യത്തിലും നിങ്ങളെക്കാൾ ഒരുപാട് പുറകിലാണെങ്കിലും അവർ വളരെ മാന്യമായി അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾ എല്ലാവരെക്കാളും മുകളിലാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത്. അതൊട്ടും ശരിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റത് എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ഒഫീഷ്യലായി പരാതി നൽകാൻ പോവുകയാണെന്ന് ചേമിൻ പറഞ്ഞപ്പോൾ പരാതി നൽകാൻ പോകുന്നത് സ്വയം നാണക്കേടുണ്ടാക്കാൻ പോകുന്നതിനെക്കുറിച്ചാണോ എന്ന് നല്ലതുപോലെ ചിന്തിച്ചു വേണം ചെയ്യാൻ എന്ന് മാത്രം മിസ്റ്റർ പാർക്ക് പറയുന്നു. ചേമിൻ ഒന്നും പറയാതെ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. പുറത്തിറങ്ങിയപ്പോൾ ബോക്സു മിസ്റ്റർ പാർക്കിനരികിൽ ചെന്ന് ശരിയായ രീതിയിൽ വിധി നിർണ്ണയിച്ചതിനെ അഭിനന്ദിച്ചെങ്കിലും സാറ് കുറച്ച് സൂക്ഷിക്കണം, ഇന്ന് മിക്കവാറും ഒരുപാട് വഴക്ക് കേൾക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. എനിക്കതൊന്നും പേടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് നടക്കുന്നു. യങ്വിനും സംഘവും കൂടി ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ ചേമിനും 2 ഫ്രണ്ട്സും കൂടി എതിരെ വന്ന് അവരെ പരിഹസിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്നു. സംഘു അതിന് ചുട്ട മറുപടി നൽകിയപ്പോൾ ഈ സ്കൂളിലെ ഏറ്റവും മണ്ടനായ നീ ആദ്യം നിന്റെ തലയ്ക്കകത്ത് കുറച്ച് വിവരം നിറയ്ക്കാൻ വല്ല വഴിയുമുണ്ടെന്ന് നോക്കാൻ പറഞ്ഞ് ചേമിൻ വീണ്ടും അവനെ പരിഹസിക്കുന്നു. സ്കൂളിലെ ഏറ്റവും മിടുക്കനായ സ്റ്റുഡൻ്റ് ആയതിൽ നിനക്ക് ശരിക്കും അഭിമാനം തന്നെയാണെന്ന് സംഘു ഒരു പ്രത്യേക ടോണിൽ ചേമിനോട് തിരിച്ചു ചോദിച്ചിട്ട് മുന്നോട്ട് നടക്കുന്നു. അവനെന്തോ മനസ്സിലുദ്ദേശിച്ചാണ് അങ്ങനെ ചോദിച്ചതെന്ന് ചേമിന് തോന്നുന്നുണ്ട്. ക്ലാസ്സിലെത്തിയപ്പോൾ നമ്മുടെ ടീമിന് ഗംഭീര സ്വീകരണമായിരുന്നു. കുട്ടികൾ വളരെയധികം അഭിനന്ദിക്കുന്നുണ്ട്. ആ സമയത്ത് സോജിയോങ് ക്ലാസിൻ്റെ വാതിൽക്കൽ നിന്ന് പുഞ്ചിരിക്കുന്നു. അവളെ കണ്ട് ബോക്സു അവൾക്കൊപ്പം കൗൺസിലിംഗ് റൂമിലേക്ക് ചെല്ലുന്നു. അവളുടെ സന്തോഷം കണ്ടപ്പോൾ ഈ മത്സരത്തിൽ ജയിച്ചതിൽ ഇത്രയും സന്തോഷമാണോ എന്നവൻ ചോദിക്കുന്നു. കുട്ടികളുടെ സന്തോഷം കണ്ടാണ് ഞാൻ ചിരിച്ചത്. അവർ എപ്പോഴും സന്തോഷമായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ മിസ്റ്റർ പാർക്കും ഇങ്ങനെ തന്നെ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നവൻ പറയുന്നു. കുട്ടികളെ കൂടുതൽ ചിരിക്കാൻ സഹായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നവൾ പറഞ്ഞപ്പോൾ നിന്നെ കൂടുതൽ ചിരിക്കാൻ സഹായിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം എന്നവൻ പറയുന്നു. ഇവിടെ ഇങ്ങനെയും സംസാരിക്കുമ്പോൾ നമ്മൾ പഴയ പോലെ സ്കൂളിലാണെന്ന് തോന്നുകയാണ്. എനിക്ക് സ്കൂളിൽ വരുന്നത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്നവൻ പറയുന്നു. നീ ഉള്ളത് കൊണ്ട് ഇവിടേക്ക് വരാൻ എനിക്കും ഇഷ്ടം തന്നെയാണ് എന്ന് അവളും പറയുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ റൊമാൻറ്റിക്കായി സംഗതി കിസിലെത്തുമെന്ന് തോന്നിയപ്പോൾ നിന്റെ പഠിത്തം കഴിയുന്നതുവരെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സോജിയോങ് ചാടി എഴുന്നേൽക്കുന്നു. നീ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ച് ബോക്സ് അവളെ കളിയാക്കുന്നുണ്ട്. മിഞ്ചി എന്തിനാണ് സ്കൂളിലേക്ക് വന്നത്? നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? നീ എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഇടയ്ക്കവൾ ചോദിക്കുന്നു. നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് ബോക്സ് വീണ്ടും അവളെ കളിയാക്കുന്നു. അസൂയൊന്നുമില്ല എന്നൊക്കെ കട്ടയ്ക്ക് പറഞ്ഞ് എതിർത്ത് നോക്കിയെങ്കിലും അവസാനം അവൾ ചിരിച്ചു പോകുന്നു. അവർ ഇവിടെ വന്നതിനെക്കുറിച്ച് വിശദമായി പറയാനുണ്ട് എന്ന് പറഞ്ഞ് ബോക്സ് അവളെ വൈകിട്ട് ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. യൂണിവേഴ്സിറ്റി എൻട്രൻസിന് മുമ്പേ സ്കൂൾ കുട്ടികളുടെ മാർക്കിൽ കൃത്രിമം കാണിക്കുന്നുണ്ട് എന്നും അക്കാഡമിയുമായി ചേർന്നുള്ള ഒത്തുകളിയും പണം വാങ്ങിയ ശേഷം ടോപ്പിക്കും അതിനെക്കുറിച്ചുള്ള നോട്ട്സും കുട്ടികൾക്ക് നൽകുന്ന വിവരവും ഡിബേറ്റ് മത്സരവും അങ്ങനെ തന്നെയാണ് നടന്നതെന്നും അതുകൊണ്ട് ചേമിൻ ആ രീതിയിൽ പ്രതികരിച്ചെന്നും ഒക്കെ ബോക്സും ലീജിയോങ്ങും കൂടി അവളെ അറിയിക്കുന്നു. അവളത് വിശ്വസിക്കാനാകാതെ നിന്നപ്പോൾ ഫോണിലെടുത്തിരുന്ന ചേമിൻ്റെ കയ്യിൽ നിന്ന് ഫയലിൻ്റെ ഫോട്ടോയും അവൻ കാണിക്കുന്നു. എല്ലാം പറഞ്ഞപ്പോൾ സ്കൂൾ അധികൃതരെ സോജിയോ ചീത്ത പറയുന്നത് കേട്ട് ബോക്സ് ചിരിച്ചുകൊണ്ട് നീ അങ്ങനെ പറയുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. ഓഫീസിനുള്ളിൽ ഡേറ്റിംഗ് ഞാൻ എഴുതിക്കില്ല, പുറത്തുപോയി നിന്ന് ഡേറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ലീജിയോങ് 2 പേരെയും തള്ളി പുറത്തേക്ക് വിടുന്നു.
ഓഫീസിനുള്ളിൽ ശരിക്കും ഡേറ്റിംഗ് അനുവദിക്കില്ലേ? അപ്പോൾ നമ്മുടെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് മിഞ്ചി അറിയാതെ ചോദിച്ചു പോകുന്നുണ്ട്. പക്ഷേ അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് ലീ ജോങ്ങിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. സെഹോ മത്സരത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ നിങ്ങൾ അനുവദിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ച് പ്രിൻസിപ്പലിനെയും വൈസ് പ്രിൻസിപ്പലിനെയും വഴക്ക് പറയുന്നു. മിസ്റ്റർ പാർക്ക് ഞാൻ പറഞ്ഞതിന് അനുസരിക്കില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വൈസ് പ്രിൻസിപ്പൽ അറിയിച്ചപ്പോൾ വേഗം തന്നെ റിസൾട്ട് തെറ്റിപ്പോയതാണ്, IV ക്ലാസ് തന്നെയാണ് വിജയിച്ചതെന്ന് അനൗൺസ് ചെയ്യാൻ സെഹോ ഓർഡർ നൽകുന്നു. മാത്രമല്ല മിസ്റ്റർ പാർക്കിനോട് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ക്ഷമ പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്തും സബ്മിറ്റ് ചെയ്യാൻ സെഹോ അവർക്ക് നിർദ്ദേശം നൽകുന്നു. അദ്ദേഹം ഇത് നല്ല രീതിയിൽ എടുക്കാൻ സാധ്യതയില്ല എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ അതുതന്നെയാണ് എൻ്റെയും ഉദ്ദേശമെന്ന് സെഹോ പറയുന്നു. നോട്ടീസ് ബോർഡിൽ റിസൾട്ട് ചേഞ്ച് ആക്കിയതിൻ്റെയും പാർക്കിനെതിരായി ആക്ഷൻ എടുത്തതിൻ്റെയും നോട്ടീസ് കണ്ട് ബോക്സ് ആകെ വികാരാധീനായി എന്തോ ചെയ്യാൻ പുറപ്പെട്ടെങ്കിലും പെട്ടെന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്ന ലീ ജിയോങ് അവനെ തടഞ്ഞിട്ട് എടുത്തു ചാടി നീയൊന്നും ചെയ്യരുത്, നമുക്ക് വേണ്ട തെളിവ് ഇത് തന്നെയാണ്, നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാനെന്ന് ഓർമ്മിപ്പിക്കുന്നതിനാൽ ബോക്സ് തൽക്കാലം അടങ്ങുന്നു. സംഗ്വിനോട് റിസൾട്ട് മാറിയതിനെക്കുറിച്ച് ക്ലാസ്സിലിരുന്ന് അവൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്ലാസ്സിൽ മറ്റാരുമില്ല എന്ന വിശ്വാസത്തിൽ IV ക്ലാസ്സിലെ കുട്ടികൾ പണം നൽകുന്ന കാര്യം സംഗ്വു അവരോട് പറയുന്നു. യങ്മിൻ ക്ലാസ്സിലിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നില്ല. ഇത് കേട്ടതും അവൻ ചാടി എണീറ്റ് അവിടേക്ക് ചെന്ന് ഇതൊക്കെ ആര് പറഞ്ഞു, ഞാൻ ഒരിക്കലും പണം കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുന്നു. നീ അറിഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷെ നിൻ്റെ അമ്മ കൊടുത്തിട്ടുണ്ടാവും എന്ന് സംഗ്വു പറയുന്നു. യങ്മിൻ ആകെ അസ്വസ്ഥനാകുന്നത് കണ്ട് സംഗ്വു അവനൊരു ബർഗർ നൽകിയിട്ട് നീ ടെൻഷൻ അടിക്കേണ്ട, ഇത് കഴിച്ച് ശാന്തനാകാൻ നോക്ക്, വെറുതെ നിൻ്റെ പേര് കൂടി നശിപ്പിക്കേണ്ട എന്ന് പറയുന്നു. റിസൾട്ട് മാറ്റിയതിനെതിരെയും തനിക്കെതിരെ വന്ന പരാതിക്കെതിരെയും പ്രതികരിച്ച മിസ്റ്റർ പാർക്ക് ചെയർമാനോട് പരാതി പറയുമെന്ന് വൈസ് പ്രിൻസിപ്പലിനെ അറിയിച്ചപ്പോൾ താങ്കൾക്ക് ഇനിയെങ്കിലും ഈ ജോലി മതിയാക്കി വല്ല കൃഷിപ്പണിക്കും പോയിക്കൂടെ എന്ന് ചോദിച്ച് വൈസ് പ്രിൻസിപ്പൽ അദ്ദേഹത്തെ അപമാനിക്കുന്നു. അദ്ദേഹം ദേഷ്യപ്പെട്ട് സെഹയോട് ചോദിക്കാനെന്നൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് സോജോങ് അദ്ദേഹത്തിന് പുറകെ ഇറങ്ങി ഓടുന്നു. സ്റ്റാഫ് റൂമിൽ എന്തോ ഫയൽ പരിശോധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന മിഞ്ചി ഉടൻ തന്നെ മിസ്റ്റർ പാർക്ക് പ്രശ്നത്തിലാണ്, സെഹോയുമായി തർക്കിക്കാനെന്നൊന്നും പുറത്തേക്ക് പോയി എന്നവൾ ബോക്സിന് മെസ്സേജ് അയക്കുന്നു. സോജിയാങ് ഓടിക്കത്തിച്ച് അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിട്ട് ചെയർമാനോട് ഞാൻ സംസാരിച്ചോളാം, വൈൽഡ് ഫ്ലവർ ക്ലാസിൻ്റെ ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ അതെൻ്റെ ഉത്തരവാദിത്തമാണ്, ജഡ്ജിയായിരുന്ന താങ്കളെക്കാൾ ഞാനാണ് അത് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ തന്നെ ഒഫീഷ്യലായി പരാതി നൽകിക്കോളാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിട്ട് അവൾ സെഹോയുടെ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിൻ്റെ വാതിലിന് മുന്നിൽ നിന്ന് ദേഷ്യം നിയന്ത്രിച്ച് സംയമനത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നൊക്കെ സ്വയം പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് അകത്തേക്ക് കയറിയതെങ്കിലും അകത്ത് ചെന്നപ്പോഴേക്കും അതൊക്കെ മറന്ന് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. അവൾ നിർത്തിയപ്പോൾ കഴിഞ്ഞോ, നിനക്ക് ചായ വേണോ എന്ന് അവൻ ചോദിക്കുന്നു. സോജോങ് സ്വയം നിയന്ത്രിച്ച് ഈ തെറ്റായ തീരുമാനം തിരുത്താൻ തയ്യാറാകണം എന്നവനോട് പറയുന്നു. പക്ഷേ സെഹോ അതിനെ എതിർക്കുന്ന വിധത്തിൽ സംസാരിച്ചപ്പോൾ മുൻകൂട്ടി റിസൾട്ട് തീരുമാനിച്ചു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പ്രഹസനം നടത്തുന്നത് എന്തിനാണെന്ന് അവൾ ചോദിച്ചു. തെളിവില്ലാതെ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല, മാത്രമല്ല അഴിമതിയെക്കുറിച്ച് പറയാൻ നിനക്കെന്താണ് യോഗ്യതയുള്ളത്, മിൻഹോയുടെ കാര്യം നീ മറന്നോ എന്ന് സെഹോ അവളോട് ചോദിക്കുന്നു. ഞാൻ പണം കൊടുത്തത് തെറ്റ് തന്നെയാണ്, ആ കുറ്റബോധം കൊണ്ടാണ് എനിക്ക് നിൻ്റെ മുന്നിൽ തലകുനിക്കേണ്ടി വന്നത്, പക്ഷേ ആ പണം മുഴുവൻ വാങ്ങുന്നത് നിൻ്റെ അമ്മയല്ലേ, അത് നിൻ്റെ നീതിബോധത്തിന് ചേരുന്നതാണോ എന്ന് അവൾ ചോദിക്കുന്നു. നമ്മൾ കൂട്ടുപ്രതികളാണ്, അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കണം എന്ന് സെഹോ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം, പക്ഷേ അതിൻ്റെ പേരിൽ എൻ്റെ കുട്ടികളെ ഉപദ്രവിക്കരുത് എന്നവൾ പറയുന്നു. ബോക്സുവിനെ ഉപദ്രവിക്കരുത്, കുട്ടികളെ ഉപദ്രവിക്കരുത്, നിനക്കിതൊക്കെ മാത്രമേ എന്നോട് പറയാനുള്ളൂ, നീ ഇങ്ങനെ പറയും തോറും എനിക്ക് അവരെ കൂടുതൽ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയാണ് എന്ന് സെഹോ പറയുന്നു. എങ്കിൽ നീ അതിന് ശ്രമിച്ചു നോക്ക്, നിനക്കാണോ എനിക്കാണോ കൂടുതൽ ഭ്രാന്ത് എന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സോജിയോങ് അവിടെ നിന്ന് പോകുന്നു. സോജിയോങ് സെഹോയെ കാണാൻ പോയ വിവരം മിസ്റ്റർ പാർക്കറിഞ്ഞ് ബോക്സു അവളെ അന്വേഷിച്ച് കൗൺസിലിംഗ് റൂമിലെത്തുന്നു. മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് നിനക്ക് എങ്ങനെയുണ്ട് എന്നവൻ ചോദിക്കുന്നു. അവൾ അവൻ്റെ യൂണിഫോമിൽ തലോടിക്കൊണ്ട് നിന്നെ ഇങ്ങനെ യൂണിഫോമിൽ കാണാൻ ശരിക്കും നല്ല ഭംഗിയാണ്, നീ ഇവിടുത്തെ പഠനം പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നവൾ പറയുന്നു. അതോർത്ത് നീ വിഷമിക്കേണ്ട, എൻ്റെ പഠനം ഞാൻ തന്നെ പൂർത്തിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞവൻ സമാധാനിപ്പിക്കുന്നു. സെഹോ എന്നെ പണത്തിൻ്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്, അവനെതിരെ തീരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ തെറ്റ് കാരണം എനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞവൾ സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തടവി ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൾ കണ്ണുമടച്ച് ആ തലവെള്ളിൽ മുഴുകിയിരിക്കുമ്പോൾ ആരോ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്നു. വന്നയാളിനെ കണ്ട് രണ്ടുപേരും ഞെട്ടി പിന്മാറി അങ്ങോട്ട് നോക്കി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.